നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി 9 ദിവസം തടവിലിട്ട സംഭവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് നഷ്ടമാകുമെന്ന ഭീതിയിൽ ബി.ജെ.പി. ഓണക്കിറ്റുകളുമായി അരമനകളിലേക്ക് പോകുന്നു. ക്രിസ്തുമസിന് കേക്കുമായി വന്നാൽ ബി.ജെ.പി. നേതാക്കളെ ആട്ടി ഓടിക്കുമെന്ന് ഓർത്തഡോക്സ് സഭയുടെ മേധാവികൾ പറഞ്ഞതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭയിൽ കലിച്ചു നിൽക്കുന്ന മെത്രാന്മാരെ ഓണസദ്യ കൊടുത്ത് പ്രീണിപ്പിക്കാനുള്ള ഒരു നീക്കം. അടുത്തിടെ ബി.ജെ.പിയിൽ മാമോദീസ മുങ്ങിയ ക്രിസ്ത്യൻ നാമധാരികളെയാണ് അരമന യാചനയ്ക്ക് ബി.ജെ.പി. നിയോഗിച്ചിരിക്കുന്നത്. മഠങ്ങളിലേക്കും പള്ളികളിലേക്കും ചെന്നാൽ കന്യാസ്ത്രീകളും അച്ഛന്മാരും വിശ്വാസികളും ആട്ടി ഓടിക്കുമെന്ന തിരിച്ചറിവിലാണ് ഓണക്കിറ്റും കസവ് പൊന്നാടയുമായി അരമന കയറി ബിഷപ്പുമാരെ പ്രീണിപ്പിക്കാനും അതുവഴി കൈമോശം വന്ന പേര് തിരിച്ചുപിടിക്കാനും നീക്കം നടത്തുന്നത്. പായസം, ഉപ്പേരി, ശർക്കര വരട്ടി, പക്കാവട ഉൾപ്പെടെ വിഭവങ്ങളും സമ്മാനിച്ച ശേഷം തിളങ്ങുന്ന കസവ് പൊന്നാടയിട്ട് ബിഷപ്പുമാരെ ആദരിക്കാനും കൈമുത്തി അനുഗ്രഹം തേടാനുമാണ് തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ വില നന്നായുള്ള വെളിച്ചെണ്ണയും തേങ്ങാക്കുലയും കൂടി സമ്മാനമായി കൊടുത്ത് ബിഷപ്പുമാരെ തിരികെ പിടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കമെന്ന് ആക്ഷേപം. തൃശൂരിൽ നസ്രാണികളുടെയും അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും വോട്ട് കിട്ടിയാണ് സുരേഷ് ഗോപി MP ആയത്. മാതാവിന് കിരീടം വെച്ചും പള്ളികളിൽ നേർച്ചയിട്ട് നടത്തിയ ഷോയിൽ പാവം നസ്രാണി വീണുപോയതായി ഈയിടെ ഛത്തീസ്ഗഡ് സംഭവത്തിൽ മെത്രാൻ അച്ഛന്മാർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലെ തറയിൽ കിടന്ന ദിവസങ്ങളിൽ തൃശൂർ അരമനയിലേക്ക് എത്താനോ അച്ഛന്മാരുടെ ഫോൺ എടുക്കാനോ ഈ ബി.ജെ.പിക്കാർ തയ്യാറായില്ല. എവിടെയായിരുന്നു സുരേഷ് ഗോപിയെന്നും ഗോപി വരട്ടെ എന്നൊക്കെ പ്രതികരിച്ചവർ പലരാണ്. സാക്ഷാൽ പാലാ രൂപത നസ്രാണിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ അക്രമാസക്തനായാണ് കന്യാസ്ത്രീ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അടുത്തുവരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നസ്രാണികളുടെ വോട്ട് കിട്ടിയാൽ കേരളത്തിൽ നിരവധി പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനുള്ള നീക്കത്തിലും തയ്യാറെടുപ്പിലുമായിരുന്നു ബി.ജെ.പി. ബി.ജെ.പിയുടെ ബി ടീമുകളിൽ ഒന്നായ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രോശത്തോടെ പോലീസ് സ്റ്റേഷനിൽ പാഞ്ഞെത്തി കന്യാസ്ത്രീകളെ കയ്യേറ്റത്തിന് ശ്രമിച്ചിരുന്നു. ശരിയായ രേഖകൾ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്ത മതപരിവർത്തനം ഉൾപ്പെടെ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം വഴി ക്രൈസ്തവ വിശ്വാസികളും ഹിന്ദുത്വവാദികളും പാർട്ടിയിൽ നിന്ന് അകന്നതായി ബി.ജെ.പി. വിലയിരുത്തുന്നു. സംഭവത്തിന് ശേഷവും RSSും ഹിന്ദു ഐക്യവേദിയും കന്യാസ്ത്രീകളെയും ക്രിസ്ത്യാനികളെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ പതിവാക്കി. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത കാലത്തൊന്നും ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ ബി.ജെ.പിയുടെ പെട്ടിയിൽ വീഴില്ലെന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനായി അരമനകളിൽ സന്ദർശനം നടത്താൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കളുടെ പ്രത്യേക യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനാണ് ചുമതല. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജും വിവിധ മതമേലധ്യക്ഷന്മാരെ കാണും. കൂടാതെ കണ്ണന്താനം, ടോം വടക്കൻ തുടങ്ങി നിരവധി നേതാക്കളോട് ഫോണിൽ വിളിച്ച് മെത്രാന്മാരെ അനുനയിപ്പിക്കാനും ആലോചന നടക്കുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ നടത്തിയ നീക്കങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം. കുറഞ്ഞത് 1 മണിക്കൂർ അരമനകളിൽ ചെലവഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഛത്തീസ്ഗഡ് സംഭവത്തിൽ VHP, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. VHP ദേശീയ നേതാക്കൾ തന്നെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ചൊവ്വാഴ്ച രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കൊപ്പം പിടിയിലായ പെൺകുട്ടികളുടെ മൊഴിമാറ്റത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന ഗുരുതരമായ ആരോപണവും ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കാണിച്ച തിടുക്കം ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സംഘപരിവാർ സംഘടനകളെ പിണക്കുന്നത് ദോഷമാകുമെന്ന് അവർ പറയുന്നു. കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ ബി.ജെ.പി. ശ്രമം നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പോയി ഇറക്കുകയായിരുന്നു എന്നൊക്കെ മെത്രാന്മാരെ പറഞ്ഞു പറ്റിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. ക്രൈസ്തവ സഭകൾ നടത്തുന്ന അഗതി മന്ദിരങ്ങളിലും ഓണത്തിന് അരിയും കിറ്റും കൊടുക്കുന്നതുൾപ്പെടെ ആലോചനകളും പാർട്ടിയിൽ നടക്കുന്നു എന്നാണ് സൂചന. എന്തായാലും അരമന കയറി ഇറങ്ങി തെണ്ടാൻ തന്നെയാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ലത്രേ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.